നിങ്ങൾ ആ എമിലിയുടെ കാര്യം നോക്കൂ. ഒരു ഇൻഫ്ലുവൻസർ പറഞ്ഞിട്ട് ഒരു ഡീടോക്സ് ചായ കുടിച്ചു. അവസാനം ഗുരുതരമായ പ്രശ്നങ്ങളായി. അതിൽ സെന്ന എന്നൊരു സാധനമുണ്ടായിരുന്നു. അത് കാരണം ഇലക്ട്രോലൈറ്റ് ബാലൻസ് തെറ്റി, ഹൃദയത്തിന്റെ താളം വരെ തെറ്റി. അയ്യോ, അത് ശരിക്കും പേടിപ്പിക്കുന്ന കാര്യമാണല്ലോ. ഈ മൈക്കിൾ, സ്റ്റീവ് ബെക്ലർ എന്നൊക്കെ പറയുന്നവരുടെ അനുഭവങ്ങളും ഇതുപോലെ വളരെ സീരിയസ് അല്ലേ? വെറുതെ ഒരു ആകർഷണം കണ്ട് വാങ്ങുന്ന സാധനങ്ങൾ ചിലപ്പം ജീവന് തന്നെ പ്രശ്നമാകാം എന്ന് പറയുന്നത് അത് ഭയങ്കരമാണ്. തീർച്ചയായും. മൈക്കിൾ എന്നൊരാൾ ഒരു നടൻ പ്രൊമോട്ട് ചെയ്ത NAD+ ബൂസ്റ്റർ കഴിച്ചിട്ട് ലിവർ ഫെയിലിയറായി മരിച്ചുപോയി. സ്റ്റീവ് ബെക്ലർ ഒരു ബേസ്ബോൾ പ്ലെയർ ആയിരുന്നു. അദ്ദേഹം എഫിഡ്ര എന്നൊരു സ്റ്റിമുലന്റ് അടങ്ങിയ സപ്ലിമെന്റ് ഉപയോഗിച്ചു. ഹീറ്റ് സ്ട്രോക്ക് വന്നു മരിച്ചു. അപ്പോൾ ഇതിനൊക്കെ പ്രതിവിധി എന്ന് പറയുന്നത് അത് ശാസ്ത്രീയമായ സമീപനം തന്നെയാണ്. അതായത് ഈ തിളങ്ങുന്ന വാഗ്ദാനങ്ങളുടെ പിന്നാലെ പോകാതെ ബേസിക് കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. നല്ല ഭക്ഷണം, വ്യായാമം, ഉറക്കം, ലഹരി ഒഴിവാക്കൽ. ഇതിനൊന്നും ചിലപ്പോൾ വലിയ ഗ്ലാമർ കാണില്ല, പക്ഷേ ഇതിനാണ് ഫലമെന്ന് ശാസ്ത്രം പറയുന്നത്.